ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഗോൾഡ് പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടപ്പാളിലുള്ള ബ്രാഞ്ചിക്കാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും മലബാർ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ എന്നത്തെ മാതിരി മലബാർക്ക് ഞങ്ങൾ പോയി. അപ്പോൾ എന്തിനാണ് ഗോൾഡ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കല്യാണമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഗോൾഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അന്ന് പിന്നെ അവിടെ ഒരു ആർട്ടിസ്ട്രി ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അത് 3 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വള വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ചെന്നപാടെ നമ്മൾ നോക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഓരോ വളകളായിട്ട് ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ മൊത്തം ഞങ്ങൾ 3 വള എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ നമുക്ക് കോഫി മുഖ്യമാണല്ലോ. മലബാർ പോയിട്ടുണ്ടെങ്കിൽ കോഫി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ കോഫി കിട്ടി, അത് കുടിച്ചു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് നഗാസിൻ്റെ വളകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചേച്ചിക്ക് അങ്ങനത്തെ മാലകളുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് മാച്ചായിട്ട് പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ വളകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതെങ്കിലും വള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലൂസാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വളകൾ തന്നെ കിട്ടി കേട്ടോ. കുറേ വള ട്രൈ ചെയ്തു. ഈ വള ഇഷ്ടപ്പെട്ടു, അത് കല്ല് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഫൈനലി നമ്മൾ ഇപ്പോൾ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ വളയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ആ വള. അങ്ങനെ ഇത് ഫിക്സ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു വളയും കൂടിയും വേണം. അത് പിന്നെ കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വളകൾ നോക്കി. പിന്നെ അത് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി കളക്ഷൻസ് ഈ ഒരു ടൈപ്പിലുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുനോക്കി. അനുവും ചേച്ചി എല്ലാവരും കൂടി ഇട്ടുനോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുവിന് ഈ ഒരെണ്ണം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു ചിലപ്പോൾ അത് വളയും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിത് അവസാനം ഈ ഒരു വളയിലാണ് പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ. അങ്ങനെ ഈ 3 വളയാണ് അവസാനം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതന്നെ മതി ശരിക്കും ഒരു കയ്യിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ കേട്ടോ. അത്ര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇങ്ങനെ നടന്ന് കണ്ടു. ബില്ലിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് കുറേ ടൈം ഉണ്ടാവുമല്ലോ ബില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാപ്പിയും കൂടിയും കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അത് അവസാനം ബില്ലിങ്. ഇതാണ് നമ്മൾ സ്വന്തം രതീഷ് ചേട്ടനാണ് നമുക്ക് എപ്പോൾ വന്നാലും ഗോൾഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം കേട്ടോ. അടിപൊളി ഒരു സെയിൽസ്മാനാണ് അവിടുത്തെ. അങ്ങനെ ഒന്നും കൂടി കയ്യിലൊക്കെ ഇട്ട് നോക്കിയിട്ട് അതന്നെ നമ്മൾ ഫിക്സ് ചെയ്തു കേട്ടോ. പിന്നെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറേ നടന്ന് ഓരോ മാലകളൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. നെഗാസിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ആദ്യമൊക്കെ ഭയങ്കര വെയിറ്റുള്ള കളക്ഷൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ മലബാറിൽ. എന്നാൽ ഇപ്പോൾ ഒരു 2 പവൻ മുതൽ തന്നെ അടിപൊളി കളക്ഷൻസ് നെഗാസിൻ്റെയിലൊക്കെ കണ്ടു ഞങ്ങൾ കേട്ടോ. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വളകൾ. പിന്നെ ഒന്ന് ഡയമണ്ടിൻ്റെ സെക്ഷനിലും കൂടിയും പോയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നടന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.